ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8-ാം തിരുവചനം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ ഭൂമിയിൽ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമാണ്. പരസ്യ ശുശ്രൂഷാ സമയങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരോടും തൻ്റെ മുമ്പിൽ നിന്നവരോടും ചോദിച്ച ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് വിശ്വാസത്തിന് നിരക്കാത്ത തിന്മ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഭാ ശുശ്രൂഷ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ ഈ വചനം എപ്പോഴും ഓർക്കണം. കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. വിശ്വാസം എന്നാൽ എന്താണെന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ വിവരിക്കുന്നു. ആ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ചില ഉദാഹരണങ്ങളും വ്യക്തികളെയൊക്കെ ലേഖനത്തിൽ നമ്മൾ കാണുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസമെന്ന് നിർവചനം വളരെ മനോഹരമായിട്ട് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിറവേറിയ രക്ഷാകര രഹസ്യങ്ങളും അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ, യേശുവിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ പ്രവചനങ്ങളും യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളും യേശു പ്രവർത്തിച്ചതും ഒരേ കാര്യമായിരുന്നു. കാരണം അതിൽ ഐക്യതയുണ്ടായിരുന്നു. ഈ ലോകത്തിൽ ഇന്നേ വരെ ആർക്കുമില്ലാത്ത ഒരു കാര്യമാണ് ഈ 3 കാര്യങ്ങളും. യേശുവിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത്, ആ വ്യക്തി പറഞ്ഞത്, ആ വ്യക്തി പ്രവർത്തിച്ചത്, ഐക്യത്തിലായത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ ആധികാരികത നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. വിശ്വാസം വർദ്ധിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നു. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തിന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ടെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഇംഗ്ലണ്ടിൽ സഭ ആദ്യ നാളുകളിലൊക്കെ സുവിശേഷത്തിനായിരുന്നു മുൻതൂക്കം കൊടുത്തത്. അവരെപ്പോഴും സുവിശേഷ മൂല്യങ്ങളും സുവിശേഷ പ്രഘോഷണത്തിനും പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെയുള്ള കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ വിശ്വാസവും നീതിയും സമാധാനവും പരസ്പര ഐക്യവും നന്മ പ്രവൃത്തികളുമൊക്കെ വളരെ മുന്നിട്ട് നിന്നു. വിശ്വാസം വളരെ മുന്നോട്ട് നിന്നിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുക്കാതെ ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു. കൂടുതൽ നന്മ പ്രവൃത്തികൾ മതി, കാരുണ്യ പ്രവൃത്തികളിലൂടെ മാത്രം നമുക്ക് മറ്റുള്ളവരെ അതാണ് ഏറ്റവും പ്രാധാന്യം. സുവിശേഷ പ്രഘോഷണം അത് കുറച്ച് മതി, കാരുണ്യ പ്രവൃത്തിയാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്തയോടെ അത് നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയിൽ വിശ്വാസത്തിന് ഒരു മങ്ങലേൽക്കാനായിട്ടിടയായി. മാത്തമെറ്റിക്സിൽ ഒരു നമുക്ക് അറിയാവുന്ന, നമ്മൾ പഠിക്കുന്ന ഒരു മാത്തമെറ്റിക്സിൻ്റെ ഒരു ചിന്ത ഇതാണ്: A is directly proportionate to B. A is directly proportionate to B എന്ന് പറയുമ്പോൾ എ വളരുന്നതിന് എയുടെ വലിപ്പമനുസരിച്ച് ബിക്കും വലിപ്പമുണ്ടാകും.
എ കുറയുമ്പോൾ ബിയും കുറയും. അത് മാത്തമെറ്റിക്സിലെ ഒരു ചിന്തയാണ്. കാരണം എന്താണ്? എ എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്, സുവിശേഷമാണ്. ബി എന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസവും. ഇത് രണ്ടും പരസ്പരമായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കണം. എവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നോ അവിടെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയൊരു സത്യമാണ്. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഫസ്റ്റിന് കൊടുക്കണം. സുവിശേഷ പ്രസംഗത്തിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് സഭയാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും ഇന്ന് സഭയിൽ വിശ്വാസം വളരുന്നുണ്ടോ? നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, കാരുണ്യ പ്രവൃത്തികൾ നടത്തിയിട്ട് അതനുഭവിച്ചവർ തന്നെ സഭയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ, സ്നേഹത്തിനെതിരെ നിലപാടുകൾ എടുക്കുവാൻ കാരണം എന്താണ്? നമ്മൾ അവർക്ക് സുവിശേഷം കൊടുക്കുന്നില്ല. സുവിശേഷം കൊടുക്കണം. കർത്താവായ യേശുവിനും ആ യേശു പറഞ്ഞ സുവിശേഷവും ആ വ്യക്തികൾക്ക് കൊടുക്കാതെ ചാരിറ്റി മാത്രം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവരത് വാങ്ങിയിട്ട് അവർ വിശ്വാസത്തിനെതിരായി നിലപാടെടുക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സത്യം സുവിശേഷമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷ വിശ്വാസ വർധനവിന് നമ്മൾ ജീവിതത്തിൽ വ്യക്തികളെ രൂപപ്പെടുത്താനായിട്ട് പറ്റും. സുവിശേഷത്തിന് മാത്രമേ വ്യക്തികളെ രൂപപ്പെടുത്താൻ പറ്റൂ. ചാരിറ്റിക്ക് പരിമിതികളുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയില്ല. കാരണം വ്യക്തിയിൽ രൂപാന്തരീകരണം വരുന്നത് സുവിശേഷമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. കാരണം അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. ആ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് കൈമാറാനായിട്ട് നമ്മൾ തയ്യാറാകണം. കാരണം കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നമുക്കറിയാം, പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടന്ന അനേകം വ്യക്തികൾ അവർ ചാരിറ്റി വാങ്ങിയിട്ടല്ല വിശ്വാസത്തിൽ വളർന്നത്. ഉദാഹരണത്തിന് ഇറച്ചി ആൽബൻ എന്ന് വിളിക്കപ്പെടുന്ന കൊലപാതകിയായ ഒരു മനുഷ്യൻ, കാരണം സ്വന്തം സഹോദരനെയും മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിക്കുകയും കൊല ചെയ്യുവാൻ തക്ക വിധം തിന്മയ്ക്ക് അടിമപ്പെട്ട ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നവർ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവൻ കാൽവരിയിൽ ബലിയായി തീർന്നുവെന്നും അവൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് അവൻ്റെ ബലിയെന്നും നീ അവനിൽ വിശ്വസിച്ചാൽ നിനക്കൊരു പുതുജീവൻ ലഭിക്കുമെന്നുമൊക്കെയുള്ള സുവിശേഷത്തിൻ്റെ സത്ചിന്തകൾ ആൽബിന് കേട്ടപ്പോൾ ആൽബിൻ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആ വിശ്വാസം അത് ചാരിറ്റിയിലേക്ക് നയിച്ചു. എ ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ബി എന്ന് പറയുമ്പോൾ ഇത് ഇറച്ചി ആൽബിൻ്റെ ജീവിതത്തിൽ എത്രയോ അന്വർത്ഥമാണ്. സുവിശേഷത്തിലൂടെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ആൽബിൻ തെരുവിൽ കിടക്കുന്നവരെയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നു. അവർക്ക് അവരുടെ ജീവിതങ്ങളിൽ കരുണ കൊടുക്കുന്നു, ക്ഷമ കൊടുക്കുന്നു, കരുതൽ കൊടുക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷമാണ് ഒന്നാം സ്ഥാനമെന്നുള്ള തിരിച്ചറിവ് നമ്മൾ മറന്നു പോകാതിരിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ സുവിശേഷം കൊടുത്തേ മതിയാവൂ. കോട്ടയത്തുള്ള PU തോമസ് നവജീവൻ എത്ര പേർക്കാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായത്? ഈ കാരുണ്യ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസവും അദ്ദേഹം കേട്ടറിഞ്ഞ് അനുഭവിച്ച സുവിശേഷത്തിൻ്റെ ശക്തിയുമാണ്. സുവിശേഷം കൊടുക്കാതെ നമ്മൾ മറ്റുള്ളത് എന്തൊക്കെ കൊടുത്താലും പ്രിയമുള്ളവരെ വിശ്വാസം വർദ്ധിക്കുകയില്ല. ജീസസ് യൂത്തിലൊക്കെ യുവതി യുവാക്കളെ നമ്മൾ കാണുന്നില്ലേ? ജീസസ് യൂത്തിലെ യുവതി യുവാക്കളൊക്കെ ചാരിറ്റി വാങ്ങിയിട്ടല്ല വിശ്വാസത്തിൽ അവർ വന്നത്. അവർ യേശുവിനെ അറിഞ്ഞപ്പോൾ, സുവിശേഷം അറിഞ്ഞപ്പോൾ അവർ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ അവർക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ, അവരൊരിക്കലും കാണാത്ത രാജ്യങ്ങളിൽ ചെന്ന് യേശുവിനെ കൊടുക്കുവാനും കാരുണ്യ പ്രവൃത്തികളിൽ മുഴുകുവാനും ജീസസ് യൂത്തിലുള്ള യുവതി യുവാക്കൾ തയ്യാറാകുന്നു. സുവിശേഷം വർദ്ധിക്കുന്നിടത്ത് വിശ്വാസം ആഴപ്പെടും. വിശ്വാസം ആഴപ്പെടുന്നിടത്ത് കാരുണ്യ പ്രവൃത്തികൾ പരന്ന് പന്തലിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. അത് കുടുംബത്തിൽ തന്നെ ആരംഭിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ വിശ്വാസം വളരുന്നുണ്ടോ? നമ്മുടെ മക്കൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നില്ലേ? എന്തെല്ലാം കൊടുക്കുകയാണ്? മക്കൾ ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുത്തിട്ട് കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ്? മക്കൾ ഒരു ഡോക്ടറായി എഞ്ചിനീയറായി കഴിയുമ്പോൾ മാതാപിതാക്കളെ ആതുരാലയങ്ങളിൽ കൊണ്ട് തള്ളിക്കളയുന്നു. കാരണം എന്താ? ഉള്ളിൽ സുവിശേഷമില്ല. ഉള്ളിൽ സുവിശേഷമുള്ള വ്യക്തിക്ക് മാത്രമേ കാരുണ്യ പ്രവൃത്തിയിൽ നിലനിൽക്കാനാവുകയുള്ളൂ. ഉള്ളിൽ സുവിശേഷമുള്ള വ്യക്തിക്ക് മാത്രമേ പാപത്തെ ഉപേക്ഷിച്ച് നന്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് മറന്നിരിക്കുന്നു, സുവിശേഷത്തിന് വില കൊടുക്കുന്നില്ല.
സുവിശേഷത്തിന് വില കൊടുക്കാതെ നമ്മൾ കുറേ കാരുണ്യ പ്രവൃത്തികളും ചാരിറ്റിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു വരാം. നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും മദർ തെരേസയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാറുണ്ട്. മദർ തെരേസയുടെ കാരുണ്യ പ്രവൃത്തികൾ വലിയ കാര്യത്തിൽ നമ്മൾ പ്രസംഗിക്കും. എന്നാൽ മദർ തെരേസയുടെ വിശ്വാസത്തെ നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ? മദർ തെരേസയുടെ വിശ്വാസത്തെ നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിലുള്ള മദറിൻ്റെ അടിയുറച്ച വിശ്വാസം, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി മദർ കൊടുത്ത വില, മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ആർജിച്ചിട്ട് സുവിശേഷത്തിലെ ഈശോയെ കണ്ടുമുട്ടിയിട്ടാണ് മദർ തെരേസ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കടന്നു ചെല്ലുന്നത്. ചാരിറ്റി പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മദർ തെരേസ അത് കൊടുക്കുന്നവരോട് പറയും, ഇത് ക്രിസ്തുവാണ് ഞങ്ങൾക്ക് തരുന്നത്, ഇത് ക്രിസ്തുവാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇത് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കുരിശിനെ ഉപേക്ഷിച്ച്, ദിവ്യകാരുണ്യ ഈശോയെ ഉപേക്ഷിച്ച് വന്ന് ഇവിടെ ചാരിറ്റി ചെയ്യാനായിട്ട് മദറിനോട് ആവശ്യപ്പെട്ടപ്പോൾ മദർ അത് നിഷേധിച്ചു. കാരണം ഒന്നാമത് സുവിശേഷമാണ്. സുവിശേഷത്തിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിലൂടെ മാത്രമേ ഹൃദയം കഠിനമായ മനുഷ്യനെ, ക്രൂരമായ മനുഷ്യനെ, പാപത്തിൻ്റെ പിടിയിലമർന്ന മനുഷ്യനെ രക്ഷിക്കാനാവുകയുള്ളൂ. ചാരിറ്റിക്ക് പരിമിതികളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? സുവിശേഷം തന്നെയായ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ആരുടെ മുമ്പിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊടുക്കുവാനായിട്ട് നമ്മൾ മടിക്കാതിരിക്കണം. കാരണം അതിലൂടെ മാത്രമേ വ്യക്തികൾക്ക് പരിവർത്തനമുണ്ടാകുകയുള്ളൂ. കാരണം അവിടെ നിന്നാണ് ഏകസത്യ ദൈവം. ഇന്ന് ക്രിസ്ത്യാനിയെക്കുറിച്ച് ഒരു ഹൈന്ദവ സഹോദരൻ വിശ്വാസത്തിൽ കടന്നു വന്ന, യേശുവിനെ അറിഞ്ഞ, സുവിശേഷത്തിലൂടെ ഈശോയെ കണ്ടുമുട്ടിയ ഒരു ഹൈന്ദവ സഹോദരൻ കമൻ്റ് ചെയ്ത ഒരു കമൻ്റ് ഇതായിരുന്നു: ക്രിസ്ത്യാനികൾക്ക് ബൈബിളുണ്ട്, പക്ഷെ വചനം അറിയില്ല. ക്രിസ്ത്യാനികൾക്ക് യേശുവുണ്ട്, പക്ഷേ യേശുവിൻ്റെ ശക്തി അറിയില്ല. ക്രിസ്ത്യാനികൾക്ക് പള്ളികളുണ്ട്, എന്നാൽ ഇന്ന് ആരാധിക്കാൻ അറിയില്ല. എത്രയോ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, പക്ഷേ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബ ബന്ധത്തിലുള്ളവർക്കൊക്കെ എത്രമാത്രം വചനമുള്ളിലുണ്ട്. സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നാലേ വിശ്വാസം ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ. ഈശോയുടെ ചോദ്യം പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തണമെങ്കിൽ സുവിശേഷത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നമുക്ക് സമീപസ്ഥമായ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ച്, ധ്യാനിച്ച്, പഠിച്ച് മക്കളെ ആ ഒരു മൂല്യത്തിൽ വളർത്തി സുവിശേഷം നൽകി ജീവിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസം നിലനിൽക്കും. ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ നമ്മുടെ മക്കൾ നന്മ പ്രവൃത്തിയിൽ വളരും. അതല്ലാതെ മക്കൾ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് ഈ ഭൗതിക കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സുവിശേഷം കൊടുക്കുന്നില്ലെങ്കിൽ മക്കൾ തിന്മകൾക്കടിമപ്പെടും, പാപത്തിനടിമപ്പെടും. ഇന്ന് മക്കൾ പലരും പലതരത്തിലുള്ള ദുശീലങ്ങളിൽ ചെന്ന് വീഴാൻ കാരണം എന്താണ്? ഉള്ളിൽ വചനമില്ല. ഭവനത്തിൽ വചനമുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്, പക്ഷേ മക്കളെ കൊണ്ട് വായിപ്പിക്കുകയും അത് പഠിക്കുവാനായിട്ട് മാതാപിതാക്കൾ നിർബന്ധിക്കാറില്ല. സുവിശേഷത്തിന് എത്രമാത്രം നമ്മൾ വില കൊടുക്കുന്നു? ക്രിസ്തുവിനെ നമുക്കറിയാമെന്ന് പറയുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ശക്തി അറിയുന്നുണ്ടോ? പള്ളികളുണ്ടായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തക്കവിധം നമ്മുടെ വിശ്വാസം വളർന്നിട്ടുണ്ടോ? സുവിശേഷം മാത്രമേ വിശ്വാസം വർദ്ധിപ്പിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുവൻ്റെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ കനൽ വീണാൽ ആ അഗ്നി കത്തിപ്പടർന്ന് അവനെ കാരുണ്യ പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ അവൻ ഒരിക്കലും തിന്മ ചെയ്യാനായിട്ട് പറ്റുകയില്ല. കൺമുൻപിൽ കാണുന്ന അനീതി, കൺമുമ്പിൽ കാണുന്ന തിന്മകളുടെ നേരെ അവൻ നന്മയിലൂടെ ആ തിന്മയെ കീഴടക്കാനായിട്ട് ശ്രമിക്കും. അതിനുള്ള ശക്തി എന്ന് പറയുന്നത് അവൻ അനുഭവിച്ച സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകം വ്യക്തികളെ കണ്ടുമുട്ടിയാൽ നമുക്കറിയാം, ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്താൻ പറ്റും. പക്ഷെ അവരെല്ലാം ഈ ഒരു തലത്തിലെത്തിയത് അവർ കണ്ടെത്തിയ സുവിശേഷത്തിൻ്റെ ശക്തിയാണ്, സുവിശേഷത്തിൻ്റെ വിലയാണ്. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ സുവിശേഷത്തിൻ്റെ ബലമില്ലാതായി ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സുവിശേഷ മൂല്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ തലത്തിൽ വളരാനായിട്ട് സാധിക്കും. ഇന്ന് വിശ്വാസം വളരുന്നില്ല. വിശ്വാസികളെന്ന് അഭിമാനിച്ച് നടക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം ഇല്ല എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് ആ അമ്മ വന്നിരുന്നു. ആ പെൺകുട്ടി വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. കാരണം എന്താണ്? ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വിവാഹാലോചന വന്നു.
വീട്ടുകാർ പരസ്പരം അവർ സമ്മതിച്ചു, എല്ലാം വിവാഹം നടത്താമെന്നുള്ള തീരുമാനമായി. മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് അവർ രണ്ടുപേരും, വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയും ചെറുക്കനും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ പങ്കെടുത്തു. ഇനി അവർ ഹോളൊക്കെ ബുക്ക് ചെയ്തു. അതുപോലെ വെഡ്ഡിങ് കാർഡ് അടിക്കുവാനായിട്ട്, ക്ഷണക്കത്തുകളൊക്കെ അടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വിവാഹം നടത്താൻ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടിക്ക് ചെറിയ ബാക്ക് പെയിൻ ഉണ്ട്, നടുവേദന വരും. കാരണം ഈ കോഴ്സിന് പോയപ്പോൾ, ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് പോയപ്പോൾ ഒത്തിരി നേരം ഇരിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി നേരം ഇരിക്കുമ്പോൾ നടുവേദന വരാറുണ്ട്, ബാക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് പറഞ്ഞ്, എനിക്ക് ചില അവസരങ്ങളിൽ ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ വരും, അതുകൊണ്ട് എനിക്കത് വളരെ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലൂടെ എടുക്കാതെ ഈ ചെറിയൊരു രോഗത്തെ അവർ പെട്ടെന്ന് മാനുഷികമായ ചിന്തയോടെ നിലപാടെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം കഴിപ്പിക്കാനായിട്ട്, ഈ പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ മോന് വിവാഹം കഴിപ്പിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് ചെക്കൻ്റെ അമ്മയും കുടുംബക്കാരും പറഞ്ഞു. ഈ പെൺകുട്ടി അത് കേട്ട് മാനസികമായി വല്ലാതെ ഡൗണായി. ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണ്. അതിനേക്കാളുപരി ഈ ചെക്കൻ്റെ അമ്മയെന്ന് പറയുന്നത് ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. എപ്പോഴും കയ്യിൽ ബൈബിള് കാണും. അതിനേക്കാളുപരി ജപമാല ചൊല്ലാനായിട്ട് പോകും, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷേ ആഴമായൊരു വിശ്വാസമില്ല എന്ന് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ്, ഈ പെൺകുട്ടി ആ ചെക്കൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ചെറിയൊരു നടുവേദനയില്ലേ, അത് മാറിക്കൊള്ളും, അല്ലെങ്കിൽ ഈശോ മാറ്റിത്തരും, പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്ന ചെക്കൻ്റെ അമ്മച്ചി പറയുകയാണ്, അതൊക്കെ പറയാൻ എളുപ്പമാണ്, വിശ്വാസമൊക്കെ. പെട്ടെന്ന് ഈ പെൺകുട്ടി വീണ്ടും ഈ ചെക്കൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിക്ക് വിശ്വാസമില്ലേ, ഈശോ മാറ്റിത്തരില്ലേ? ഈ ചെക്കൻ്റെ അമ്മച്ചി പറയുകയാണ്, പറയാനൊക്കെ എളുപ്പമാണ്, വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ അതൊന്നും നടക്കില്ല. പ്രിയമുള്ളവരെ, എവിടെ നിൽക്കുന്നു ഈ സ്ത്രീയുടെ വിശ്വാസം? മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ചെറിയ സഹനങ്ങളെ, ചെറിയ വേദനകളെ, ചെറിയ നൊമ്പരങ്ങളെ പോലും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനായിട്ട് വ്യക്തി പരിശീലിക്കപ്പെട്ടില്ലെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ കുറവല്ലേ? ഈ സ്ത്രീയുടെ കയ്യിൽ ബൈബിളുണ്ടായിരിക്കാം, പക്ഷെ ഉള്ളിൽ വചനമില്ലാത്തതുകൊണ്ട്, സുവിശേഷമില്ലാത്തതുകൊണ്ട് അവർ തെറ്റായ നിലപാടുകൾ എടുക്കുകയാണ്. എവിടെ നിൽക്കുന്നു പ്രിയമുള്ളവരെ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നുണ്ടോ? ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിവാഹമോചനത്തിൻ്റെ പിന്നാലെ ഓടാൻ കാരണം എന്താണ്? ഉള്ളിൽ സുവിശേഷമില്ലാത്തത് കൊണ്ടല്ലേ? സുവിശേഷത്തിൻ്റെ ബലമില്ലാത്തത് കൊണ്ടല്ലേ? വിശ്വാസമില്ലാത്തത് കൊണ്ട്. വിശ്വാസമുണ്ടാകണമെങ്കിൽ ഉള്ളിൽ വചനമുണ്ടായിരിക്കണം. സുവിശേഷം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് വിശുദ്ധിയുടെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ഇന്ന് മനുഷ്യന് സുവിശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുവിശേഷ പ്രഘോഷണത്തിനൊന്നും വലിയ താല്പര്യമില്ല. കുറേ പ്രവൃത്തികൾ ചെയ്താൽ മതി. ആതുരാലയങ്ങളിൽ നടത്തുമ്പോഴും സ്കൂളുകൾ നടത്തുമ്പോഴും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരിക്കണം, സുവിശേഷം കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. സ്കൂളുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കുറച്ച് പഠിപ്പിച്ച് ബുദ്ധിരാക്ഷസന്മാരെ സൃഷ്ടിക്കാനാണോ? അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ആ സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ അനീതിപരമായ ജീവിതം നയിക്കും, കാരുണ്യത്തിനെതിരായിട്ട് നിലപാടെടുക്കും, ക്രിസ്തു വിശ്വാസത്തിനെതിരായിട്ട് അവർ ശക്തമായി പ്രവർത്തിക്കും. ഇന്ന് എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളവർ, അവർ സുവിശേഷം കിട്ടാത്തത് കൊണ്ട് അവരുടെ വിദ്യാഭ്യാസവും ഇതെല്ലാം നേടിയെടുത്തിട്ട് പുറത്ത് ചെന്നിട്ട് അവർ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിനെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നു, ക്രിസ്തു വിശ്വാസത്തിനെതിരായിട്ട് തിന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷത്തിൻ്റെ കുറവാണ്. വിശ്വാസം കുറയാൻ കാരണം സുവിശേഷം നമ്മൾ കൊടുക്കാൻ മടിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഇതെൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, എൻ്റെ തൊഴിൽ മേഖലകളിൽ, ഞാൻ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളിൽ സുവിശേഷമായിരിക്കണം നമ്മളെ എന്ത് പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിക്കേണ്ടത്. ഇത് നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണെന്ന് പറയാൻ കഴിയണം. ഒരു സ്കൂളുകൾ നടത്തുമ്പോൾ ആ സ്കൂളുകളിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്കൂൾ നടത്തിയിട്ട് എന്ത് കാര്യം? ആതുരാലയ ശുശ്രൂഷകൾ നമ്മൾ വലിയ കാര്യത്തിൽ നടത്തിയിട്ട് ക്രിസ്തുവിനെ അവിടെ കൊടുക്കാൻ കഴിയാതെ കുറച്ച് ഭക്ഷണവും കുറച്ച് സുഖസൗകര്യങ്ങളും മാത്രം കൊടുത്താൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് സുവിശേഷം കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ട് വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
കുഞ്ഞു മക്കളോട് മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം, ഒരു സാധനം അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കണം, സുവിശേഷം കൊടുക്കണം. മക്കളോട് പറയണം, മക്കളെ ഇത് തരുന്നത് എൻ്റെ കഴിവോ മിടുക്കോ അല്ല, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. നിനക്കൊരു ഈശോയുണ്ട്, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈശോ നിനക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്, ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിത്യജീവൻ നിനക്ക് നൽകാനായിട്ട്. അതുകൊണ്ട് പാപം ചെയ്യാതെ, അശുദ്ധിയിലും തിന്മകളിലും മുഴുകാതെ വിശുദ്ധിയുടെ ജീവിതം നയിക്കണം. സുവിശേഷം കൊടുക്കണം മക്കൾക്ക്. അങ്ങനെ മക്കൾക്ക് കൊടുത്താൽ മക്കൾ വളരുന്നതനുസരിച്ച് അവരുടെ വിശ്വാസവും വളരും. ഇന്ന് നമ്മളെല്ലാം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സുഖസൗകര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ സുവിശേഷം കൊടുക്കില്ല. ക്രിസ്തുവാകുന്ന സുവിശേഷം. സുവിശേഷം മറ്റൊന്നുമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതാണ് സുവിശേഷം. അത് മറയുവാൻ നമുക്ക് മടിയെന്ത്? യേശുവിനെക്കുറിച്ച് കൊടുക്കാൻ മടിയെന്ത്? അത് യേശു മാത്രമാണ് ഏകരക്ഷകനെന്ന് പറയാൻ നമുക്ക് മടിയെന്ത്? അതില്ലെങ്കിൽ നമ്മൾ വിശ്വാസം തകർക്കും. വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുത്ത് ജീവിക്കുന്നവർ പോലും വിശ്വാസം കൈമാറാൻ മടിച്ചാൽ, വിശ്വാസത്തിന് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന വിശ്വാസം കൈമാറുവാൻ ദൈവം നിലനിർത്തിയിരിക്കുന്ന വ്യക്തികൾ വിശ്വാസത്തിനെതിരായി, സുവിശേഷത്തിനെതിരായി, സുവിശേഷ മൂല്യങ്ങൾക്കെതിരായി നിലപാടെടുത്താൽ പ്രിയമുള്ളവരെ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു വൈദികനാകാം, ഒരു സമർപ്പിതനാകാം, ഒരു സുവിശേഷ പ്രഘോഷകനാകാം. നീ ആയിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിൽ യേശുവിൻ്റെ സുവിശേഷത്തെക്കാൾ ഉപരി മറ്റ് ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ, മറ്റ് അന്യ തിന്മകൾ നിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നീ പ്രാധാന്യം കൊടുത്ത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ കർത്താവ് വലിയ കണക്ക് ചോദിക്കും. കാരണം അവൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തണം. ഈ വിശ്വാസം കൊടുക്കണമെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷം ധൈര്യപൂർവ്വം എവിടെയും പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് നമ്മളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടും. പക്ഷേ നമ്മൾ സുവിശേഷം കൊടുക്കില്ല, സാൽവേഷൻ കൊടുക്കണം. സൂപ്പ് നമ്മൾ ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ സോപ്പ് ഇട്ടൊക്കെ കുളിപ്പിച്ചെടുക്കും, കുറച്ച് ചൂടുള്ള സോപ്പ് കൊടുക്കും, പിന്നെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കില്ല. സാൽവേഷൻ കൂടെ വേണമെന്നുള്ള ചിന്തയില്ല. ഈ വ്യക്തി രക്ഷപ്പെടണം. ഈ വ്യക്തിക്ക് കുറച്ച് ഭക്ഷണവും സമ്പത്തും സുഖസൗകര്യങ്ങളും കൊടുത്തിട്ട് ഈ വ്യക്തിയുടെ ആത്മാവ് നരകത്തിൽ ചെന്ന് വീണാൽ, വിശ്വാസമില്ലാതെ ജീവിച്ച് നിത്യ നരകാഗ്നിയിൽ ചെന്ന് വീണാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വ്യക്തികളുടെ ആത്മരക്ഷയാണ്. സുവിശേഷം ലക്ഷ്യം വയ്ക്കുന്നതും ആത്മരക്ഷയാണ്. ആ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം, കൊടുക്കണം. സുവിശേഷം ഒന്നാമത് കൊടുക്കാൻ ഒരു ചിന്ത, ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കൊടുക്കണം. ക്രിസ്തുവിനെ പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയുടെ പിന്നിലും ക്രിസ്തു നമ്മെ നിർബന്ധിക്കുന്നു എന്ന് പറയുവാൻ, അത് അനുഭവിക്കുന്നവരോട് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടും. ഭൂമിയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം നിലനിൽക്കുന്നത് അവിടുന്ന് കണ്ടെത്തും. അതിന് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ അഭിമാനിക്കുന്നവരായിട്ട് മാറാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി എടുക്കുവാനും, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുമുള്ള ദൈവകൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്തൊക്കെ ഞങ്ങൾ അവന് കൊടുത്താലും സുവിശേഷം കൊടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ആ ആത്മാവ് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.